തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവകരമായൊരു ലോകത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്നല്ലോ. അനർത്ഥങ്ങളും ആപത്തുകളും എത്രയാ കേൾക്കുന്നല്ലേ. ഒരു ദിവസം കൂടെ ദൈവം ആയുസ് തരുമ്പോൾ കർത്താവേ നിന്റെ ദയ നിന്റെ കരുണ എന്നോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നൽകിയ ജീവിതം കൊണ്ട് ദൈവം അധികം മഹത്വം എടുക്കാൻ ഇടയാകണം. അതിനായി നമ്മളെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വേർഡ് ഇൻ പവർ പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള ശുശ്രൂഷ നാളുകളായി ദൈവം സഹായിച്ച് നാം തുടർമാനമായി അത് ചെയ്തെടുക്കാനും അത് സേവിക്കാനും ജീവിതങ്ങളെ ദൈവം ഒരുക്കുന്നു. എല്ലാ ദൈവ നടത്തിപ്പിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കാൻ സമയം കണ്ടെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറിൽ ദൈവം നമ്മോട് സംസാരിക്കാനായി ഒരു നിമിഷം ദൈവകൃപ ലഭിക്കാനായി ദൈവകൃപയിൽ അത് എല്ലാവരും ഉൾക്കൊള്ളാൻ ഇടയാകേണ്ടത് നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധി വീണ്ടും അടുത്തു വരുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനത്തോട് ദൈവവചനം പറയാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് വീണ്ടും വിനയപ്പെടുന്ന കർത്താവേ, ഈ മണിക്കൂറുകളിൽ കർത്താവേ ഇതിൻ്റെ മക്കളെയൊക്കെ വചനം മൂലം ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ, സ്വർഗീയജ്ഞാനം, പരിശുദ്ധാത്മ നിറവ്, ദൈവശക്തിയൊക്കെ ഇടയവന് തരണം. സ്വർഗീയജ്ഞാനത്തോടെ കാക്കണം. വചനം കേൾക്കുന്നവരെ ദൈവാത്മാവിൽ അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നാളുകളായി ഈ ദൈവവചനം സ്ഥിരമായി ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ അനേകരെ വിളിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ദൈവം വിടുവിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ അവസരം ലഭിക്കുന്നു. ആട്ടെ, ദൈവം ഇന്ന് മണിക്കൂറുകളിൽ ദൈവം അല്ലെങ്കിൽ ഈ മിനിറ്റുകളിൽ ദൈവം തരുന്ന ആലോചന അറിയിക്കണമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു വേറൊരു സബ്ജക്റ്റിലേക്ക് ഇന്ന് കയറി പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റൊന്നുമല്ല, ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി നമ്മൾ പ്രാർത്ഥിക്കണേ, മക്കളെ പ്രാർത്ഥിക്കണേ എന്ന് പറയും. എന്തിനാ? പ്രാർത്ഥനയ്ക്ക് എന്തോ ഭയങ്കര പവറാണ്, ദൈവാനുഗ്രഹം ലഭിക്കാൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? കേട്ടിട്ട് മറുപടി തരുന്നുണ്ടോ? ഇത് ചിന്തിച്ചിട്ടുണ്ടോ? അനേകർ പറയാറുണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ചിലർ പറയുന്ന ആളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ അന്തസ്സത്തെ എന്നാ? പല മേഖലയുണ്ടേ, ഒരു കാര്യം മാത്രമല്ല. തിരുവചനത്തിൻ്റെ താളുകൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു പ്രത്യേക വിഷയം എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽപ്പെട്ടു. അത് ഇന്നൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. അത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ് അതിന് ആധാരമായി വായിക്കുന്നത്. അതിങ്ങനെയാണ്: പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയും. സംഭവ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ ഞാൻ വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. കാരണം പിറവിലെ കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയ വിഷയമാണ് 9-ാം അധ്യായം യോഹന്നാൻ 9. പിന്നെ മുന്നോട്ടുള്ള വാക്യങ്ങളൊക്കെ അതെടുത്ത് വായിക്കണം, വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ അതല്ല ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പിന്നെന്താ? ആളുകളായി കുരുടനായിരുന്ന ഒരു മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സൗഖ്യം ലഭിച്ചു. അത് അവൻ ആ സാക്ഷ്യം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല അവിടുത്തെ ഭക്തന്മാർക്ക്. എന്ന് വെച്ചാൽ പരീശന്മാർക്കും ശാസ്ത്രിമാരും എല്ലാം കൂടെ വന്നു, നീ അങ്ങനൊന്നും പറയരുത്, അവൻ പാപിയാ, യേശു എന്ന് പറയുന്നത് പാപിയാ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദ്യം അവൻ പറഞ്ഞു അവൻ പാപിയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണ് തുറന്നു, അത്രയൊക്കെ അവന് പറഞ്ഞു. പിന്നെയും ഇവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പം അവനെ പാപിയാണെന്ന് മുദ്ര കുത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ കുരുടനായ മനുഷ്യൻ പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയായത്, ഒരു സാക്ഷ്യമാണ്. എന്താ? ഇപ്പം നമ്മൾ വായിച്ച വാക്യം, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല,
ദൈവഭക്തനായിരുന്ന ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുന്നത്. അല്ലേ? ശ്രദ്ധിച്ചോ? ദൈവത്തിന് സ്തോത്രം. അന്ന് അരീശ പ്രമാണികളോട് സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അന്നേരം പറഞ്ഞ ഒരു വാക്കാണെങ്കിൽ അതൊരു ദാറ്റ് ഹാസ് ബിക്കം എ ഡിക്ലറേഷൻ ടു ദ ഹോൾ വേൾഡ്. ലോകത്തോടുള്ള പ്രഖ്യാപനമായി ഇന്നും അത് നിലവുള്ളു. അതാണ് അതിൻ്റെ പ്രാധാന്യം. എന്താ പറഞ്ഞത്? എല്ലാവൻ്റെ ഒന്നും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല കേട്ടോ. ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കുറഞ്ഞത് 2 കാര്യം. ഒന്ന്, ദൈവഭക്തനായിരിക്കും. 2, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനായിരിക്കും. അല്ലേ? അപ്പൊ ഈ ദൈവഭക്തൻ എന്നുള്ള ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വർഷിപ്പർ എന്ന ആരാധനക്കാരനാണെന്ന് എഴുതിയേക്കുന്നത്. അതിന്റെ അർത്ഥം എന്നാ? ദൈവഭക്തനാണെങ്കിൽ അവൻ ആരാധിക്കും. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവനാ ഭക്തൻ. ആരാധനയ്ക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടല്ലോ. ദാറ്റ്സ് എ ഡീപ്പസ്റ്റ് റിയാക്ഷൻ ഓഫ് അഗപ്പെ. ദൈവസ്നേഹത്തിന്റെ ആഴമായ പ്രതിഫലനമാണ് ആരാധന. അപ്പോൾ ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഒരു വലിയ സത്യം. അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമുക്കുടെ ദൈവ ഇഷ്ടമോ ദൈവത്തിൻ്റെ ആരാധിക്കുന്നൊന്നും അല്ല നമ്മുടെ വിഷയം. നമുക്ക് ഇന്നത്തെ വിഷയം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ആ മേഖലയിലാണ്. അപ്പൊ പ്രാർത്ഥന കേൾക്കാത്ത എന്താ? അതല്ലേ നമുക്ക് ചിന്തിക്കണ്ടേ. എല്ലാവരും പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയല്ലോ പ്രാർത്ഥിക്കുന്നതും സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതും ഒക്കെ അല്ലേ? അപ്പൊ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിന്റെ വിഷയം എന്താണ്? അതാണ് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാരണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ വാക്യം ഇങ്ങനെ: നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക നിമിത്തം ഒന്നും ലഭിക്കുന്നില്ല. ഭോഗങ്ങളിൽ ചിലവിടാനായിട്ട് സെൽഫ് ഇൻ്റലിജൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. യു ആസ്ക് എമിസ് ബട്ട് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ബിക്കോസ് യു വാണ്ട് ടു സെൻഡ് ഇറ്റ് ഫോർ ദ പ്ലഷർ. ലോകസുഖങ്ങൾക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം കേൾക്കത്തില്ല. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മോട്ടീവ്, നമ്മുടെ ലക്ഷ്യം എന്താ? പ്രാർത്ഥിക്കുമ്പോൾ എന്താ ലക്ഷ്യം? അത് ദൈവത്തിന് അറിയാം. അത് നന്നായിരുന്നെങ്കിലേ ദൈവം പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ഒരു താല്പര്യം, സ്വയ താല്പര്യത്തിന് വേണ്ടി, ഭോഗങ്ങളിൽ ചില വേണ്ടി ആണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം കേൾക്കും. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ പണത്തിന് വേണ്ടി ചോദിച്ച് പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. അപ്പം പണം കിട്ടിയാൽ എന്തോ ചെയ്യും? ആ പണം കൊണ്ട് എന്താ ചെയ്യുന്നത്? ഭോഗങ്ങളിൽ ചിലവിടാനാണോ? ലോകസുഖങ്ങൾക്ക് വേണ്ടി, ഉല്ലാസങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൈവം കേൾക്കത്തില്ല. ഇത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം. എപ്പോഴും നമ്മുടെ മോട്ടീവ്, എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും? കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇത് വാസ്തവമായി ചിന്തിക്കേണ്ടതല്ലേ? കർത്താവേ, എൻ്റെ പ്രാർത്ഥന, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, തിരുമുമ്പാകെ സൗരഭ്യവാസനയായി കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായും തീരട്ടെ. ഒരു യാഗം കഴിക്കുന്ന പ്രതീതി ഒരു പ്രാർത്ഥനയിൽ ലഭിക്കണം. അത്രത്തോളം ആ ദൈവിക ബന്ധം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ടിടയാകണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ മണിക്കൂറുകളിൽ നാം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവദിനം കേൾക്കുകയാണല്ലോ. ഒന്ന് ശാന്തമായി പരിശോധിച്ചേ. നമ്മുടെ പ്രാർത്ഥനയുടെ മോട്ടീവ് ശരിയല്ലെങ്കിൽ ദ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് ഈസ് റോങ്. ക്രിസ്ത്യ ജീവിതം തന്നെ ശരിയല്ലല്ലോ. ഒരു ദൈവപൈതൽ, ദൈവാത്മ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ, അവന് വേറെ ചിന്തയും ആഗ്രഹമൊന്നുമില്ല അല്ലേ? എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമെന്ന് ഭക്തന്മാർ പാടി നമ്മളൊക്കെ ഒരു ചിലപ്പോൾ പാടത്തില്ലേ? പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഭോഗങ്ങളിൽ ചിലവിടാനാണോ? എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അങ്ങനെയാണോ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ? അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ഈ മണിക്കൂറുകളുടെ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവെ, കടാക്ഷിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ഒരു കാര്യം മനസ്സിലാക്കണം. The purpose of prayer is not that we are going to establish our will in heaven, rather God's will on earth. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥന, മൊത്തമായി പ്രാർത്ഥനയെ കൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഷ്ടം സ്വർഗത്തിൽ നിറവേറ്റാനല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മി നിറവേറും. അതായിരിക്കണം പ്രാർത്ഥനയുടെ ഇഷ്ടം.
അൾട്ടിമേറ്റ്ലി ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. വിസ്തരിക്കേണ്ട വിഷയമാണ്. ഭോഗങ്ങൾ എന്നുള്ള ലെവലിലേക്ക് പോരുമ്പോൾ പല കാര്യങ്ങൾ പറയാനുണ്ട്. കിടന്ന് വെറുതെ ജൽപ്പനം ചെയ്യാമെന്നേ ഉള്ളൂ, പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദൈവാത്മ നിയന്ത്രണത്തിലുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അപ്പൊ നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയാണോ ചിന്തിച്ചിട്ട് അടുത്തതിലേക്ക് കടക്കാം. രണ്ടാമത്തെ വിഷയം എന്താ? 66 സങ്കീർത്തനം 18 വാക്ക്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. ഹൃദയത്തിൽ അകൃത്യം കരുതുക, സീക്രട്ട് സിൻ, രഹസ്യ പാപങ്ങൾ ജീവിതത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ദൈവസന്നിധി വരുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, നിർമ്മല മനസാക്ഷിയോടെ ആയിരിക്കണം ദൈവസന്നിധിയിൽ എത്താൻ. എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ഒന്നാമത് തന്നെ പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യം കിട്ടത്തില്ല, പിന്നെ കുറെ കാര്യം പറയാമെന്നേ ഉള്ളൂ. ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരുടെ കാര്യം ഞാൻ ഈ പറയും. അല്ലാത്തവരെന്തും പറയും. ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പാപമുള്ള ലോകത്തിൽ പാപം വരാം, പക്ഷെ അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇതിനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരണത്തിലേക്ക് കഴുകി ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് യേശുവിൻ്റെ രക്തത്താൽ അശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ശുദ്ധനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവം വിശുദ്ധനാണ്. തന്റെ മക്കളും അതുകൊണ്ട് വിശുദ്ധരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അതിന് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് തന്നെ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ബി ഹോളി ഫോർ ഐ ആം ഹോളി. അതാണ് ദൈവവൈദ്യങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ഈസിയാണോ? അത്ര ഈസി അല്ലല്ലേ. ബട്ട് വെൻ യു ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, വെൻ യു ആർ ഡയറക്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവാത്മാവിനാൽ മുന്നോട്ട് നടത്തപ്പെടുമ്പോൾ അത് സാധ്യം. അഥവാ എന്തെങ്കിലും തെറ്റ് വന്നാൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഏറ്റു പറയാനുള്ളൊരു മനോഭാവം ഒരു ദൈവപൈതന് ഉണ്ടായിരിക്കും. മറിച്ച് ആരും അറിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കണം, പൊതുവിൻ്റെ മുമ്പിൽ മാന്യന്മാരായിരിക്കും, പേരുള്ളവരായിരിക്കും, പക്ഷെ അകത്തെന്തുവാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പാകെ നാം വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരശുദ്ധിയും ഒരകൃത്യവും ഒരു പാപവും ഹൃദയത്തിൽ കാണരുത്, അല്ലെങ്കിൽ ഉള്ളിൽ കാണരുത്. എങ്കിലേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. ദൈവത്തിന് മക്കളെ സ്നേഹത്തോടെ ഓർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ചെറിയ പാപവും വലിയ പാപവും ദൈവത്തിന് ഒരുപോലെ കേട്ടോ. എന്നെ പറയുന്ന വലിയ പാപമൊന്നും ചെയ്തില്ല. ഒരു വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഒരുവൻ ന്യായപ്രമാണം, സകല ന്യായപ്രമാണം അനുസരിച്ചിട്ട് ഒന്നി തെറ്റി, അത് സകലത്തിലും തെറ്റി. ഇത് ഓർത്താണ്. ഒരുത്തൻ ട്രാഫിക് നിയമം ലംഘിച്ചു, പോലീസ് പിടിച്ചു എന്നിരിക്കട്ടെ, ഫൈനടിക്കാന്നാണ്. ഞാനൊന്നും തെറ്റി, ഞാനൊരുത്തനെയും കൊന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാവോ? നടക്കുമോ? അവിടെ കൊലപാതകത്തിന്റെ വിഷയം ഉദിക്കുന്നില്ല. ഇവിടെ യു ഹാവ് ക്രോസ് ദ ലിമിറ്റ്, നിയമം ലംഘിച്ചു, അതുകൊണ്ട് ഇവിടെ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞ പോലെ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് പാപവും അശുദ്ധിയാണ്. അത് ദൈവസംസർഗത്തിന് തടസ്സമാണ്. ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ ഇനി പോട്ടെ, മറ്റൊരു സഹോദരനുമായിട്ടോ ഒരു സഹോദരിയുമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ച വന്നിരുന്ന പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അത് ഹൃദയത്തിലല്ലേ? ഇതൊരു വലിയ വിഷയമാണ് കേട്ടോ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:14 പറയുന്നത്, അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. ഈവൻ ഇൻ ദ റിലേഷൻ വിത്ത് അതർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡിയർ ബ്രദേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ ഓർക്കണമേ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അത് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കും. അതായത് അശുദ്ധിയുടെ മേഖലയാണ്. അതുകൊണ്ട് ചെറുതാകട്ടെ വലുത് ശ്രദ്ധിക്കണമേ ദൈവത്തിന്. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഞാൻ കേട്ടത് ഇങ്ങനെ പറയുകയാണ്. ആളുകൾക്കപ്പുറത്തൊരു ദൈവദാസൻ, വിദേശത്തു നിന്ന് വന്നൊരു ദൈവദാസൻ പ്രസംഗിച്ച് കേട്ടതാ കേട്ടോ. അതായത് ചിക്കാഗോ പട്ടണത്തിൽ നടന്നൊരു സംഭവം. അവിടുത്തെ ഒരു വലിയ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ വാട്ടർ സിസ്റ്റം എല്ലാം അവർ നവീകരിച്ച് പുതിയ ടാങ്കും പുതിയ സിസ്റ്റം
മോഡേൺ ലെവലിലാക്കി എല്ലാം ക്രമീകരണം ചെയ്തതിന് ശേഷം അത് ഉദ്ഘാടനം വൈസ് ചാൻസലർ തന്നെ അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം തന്നെ വന്നു. ആൾക്കാരെല്ലാം കൂടിയിരിക്കുക, സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. ആ സമയത്ത് ഒരു ബട്ടൺ ഞെക്കിയാൽ മതി, ഉടനെ വെള്ളം വരും. അത് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാണ് ക്രമീകരിച്ചത്. വൈസ് ചാൻസലർ എഴുന്നേറ്റ് ആമുഖ പ്രസംഗം നടത്തിയതിന് ശേഷം അങ്ങോട്ട് വന്ന് ടാപ്പ് ഓൺ ചെയ്തു, ഇനാഗറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷെ വെള്ളം വരുന്നില്ല. എന്താ കാരണം? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കി. പ്രിൻസിപ്പളുണ്ട്, മറ്റു ഫാക്കൽറ്റീസ് ഉണ്ട്, എല്ലാവരും വണ്ടറ എന്തോ സംഭവിച്ചത്, വെള്ളത്തിന് എന്താ പറ്റി. പിന്നെ അന്നേരം ഇതെല്ലാം കൂടെ റെക്ടിഫൈ ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹം അനൗപചാരികമായിട്ട് എന്ന് പറയാമോ അത് ഉദ്ഘാടനം ചെയ്തേച്ച് പോയി. പിന്നെ അവർ എൻക്വയറി നടത്തി എന്തോ സംഭവിച്ച്. അപ്പോൾ കോൺട്രാക്ടർ തുടങ്ങിയുള്ളവർ എഞ്ചിനീയർമാരെല്ലാം പരിശോധിച്ച് വന്നപ്പോൾ ഒരു ചെറിയ, വലിയ പൈപ്പിൻ്റെ അവിടെയല്ല വന്ന ഒരു ചെറിയ പൈപ്പിൻ്റെ വളവിങ്കൽ ഒരു തവള കയറി ചത്തിരിക്കുകയാണ്. അതാണ് വെള്ളം വരാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കണം, വെള്ളത്തെ തടയുന്ന തവളകൾ കേട്ടോ. ആത്മീയ ഒഴുക്കിനെ തടയുന്ന തവള ഏതാ പാപം? ഐ ഡു റിമെമ്പർ ആ സായിപ്പ് അന്ന് പ്രസംഗിച്ചത്, ഈ തവളയായിട്ട് കയറിയതല്ല. ഇറ്റ് എൻഡഡ് ടു ദാറ്റ് ഹോൾ വെൻ ഇറ്റ് വാസ് എ ടാഡ്പോൾ. എന്ന് വെച്ചാൽ ഒരു വാലുമാക്രിയായിരുന്ന സമയത്ത് അതിനകത്ത് കയറിയ വെള്ളത്തിൽ കൂടെ എങ്ങനെ വന്നു, അവിടെ ഇരുന്നിരുന്ന് അത് വളർന്നു. ഒരു ആത്മീയ സത്യമുണ്ട് കേട്ടോ. ചെറിയ പാപമാണ് ഉള്ളത്തിൽ കിടക്കുന്നത്, അതിനെ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വളരും. ഈ ആത്മീയ ജീവിതത്തെ മുഴുവനായി തകർത്ത് കളയും. ഈ വചനം കേൾക്കുന്നവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് രാവിലെ ഈ മണിക്കൂറുകളിൽ അല്ല, വിവിധ സമയങ്ങളിലാണല്ലോ ശ്രവിക്കുന്നത്. എപ്പോഴും ആയിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ ആത്മീയ മൂല്യങ്ങളെ, ആത്മീയ നന്മയെ നഷ്ടപ്പെടുത്തി കളയുന്ന ആ കൊച്ചു ടാഡ്പോൾ, വാലുമാക്രി ഏതാണെന്നൊന്ന് മനസ്സിലാക്കണേ. ദൈവത്തിന്റെ സന്നിധി നിന്റെ പ്രാർത്ഥന എത്തുന്നതിന് തടസ്സമായി ഒന്നും അകത്ത് കാണല്ലേ ഹൃദയത്തിൽ. പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുക. ഈ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ ആത്മാവ് ജീവിതങ്ങളെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കറക്റ്റ് ചെയ്യാനിടയാകട്ടെ. ദൈവമേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ഞാൻ അതിവേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ, മൂന്നാമത്തെ കാര്യം സദൃശവാക്യങ്ങൾ 21:13. അതിങ്ങനാണ്: എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അത് നമ്മൾ തുടങ്ങിയത്. അപ്പൊ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു വരുന്നു കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ത്? നെഗ്ലക്റ്റ് ഓഫ് മേഴ്സി. മറ്റുള്ളവനോട് കരുണ കാണിക്കാൻ കഴിയുന്നില്ലാതെ പിന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയരുതെന്ന് മനസ്സിലായോ? പാവപ്പെട്ടവൻ കരയുമ്പോൾ ഇതൊരു വലിയ വിഷയമല്ലേ? ആണോ? ശരിയാണോ? ആത്മീയരാണ്, ഉന്നതന്മാരാണ്, പ്രവർത്തകരാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുമ്പോഴും നമ്മുടെ സമീപത്തുള്ള, നമ്മളെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലുള്ള പാവപ്പെട്ടവനെ കുറിച്ചുള്ള ഒരു വേദന, നിലവിളിക്കുന്നവനെ കുറിച്ചുള്ള ഒരു മനോഭാവം എങ്ങനെയുണ്ട്? അവനെങ്ങനെയും ആട്ടെ, എനിക്കെന്നാ അങ്ങനെ പറയാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കേട്ടോ. നമുക്കതിനകത്ത് ഉത്തരവുണ്ട് കേട്ടോ. അവനെ അപ്പം നമുക്കൊരു ചോദ്യം വരാം. ഇവിടെ ലോകത്തിൽ എന്തുമാണ്ടും പാവപ്പെട്ടവരുണ്ട്, അതിൻ്റെ മേലെ കരയുന്നവർ, ഇവരെല്ലാം ശരിയാക്കാനോ സഹായിക്കാനോ നമുക്ക് കഴിയുമോ? വേണ്ട, അത് വേണ്ട. പക്ഷെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ട് മുട്ടിക്കുന്ന ജീവിതങ്ങൾ നീയുമായി ബന്ധിച്ചതിൻ്റെ മുന്നിൽ വരുമ്പോൾ കണ്ണടച്ച് കളയരുതേ. ഇത് ഞാൻ തിയറി പറയല്ല കേട്ടോ. ആ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. അതൊന്നും ഇവിടെ നിന്ന് പറയാനുള്ളതല്ല. ദൈവം മഹത്വപ്പെടുത്തോട്ടെ. അതിനകത്ത് ഞാൻ എന്താ പറയുന്നത്, അതൊക്കെ ഒത്തിരി ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. വേദനിക്കുന്നവൻ്റെ കണ്ണുനീരിൻ്റെ മുഖത്ത് കണ്ണടച്ച് കളയാതെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു മനുഷ്യനെ ഒത്തിരി കരഞ്ഞ് ഒത്തിരി ഭാരപ്പെട്ട് നിലവിളിച്ചിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരു സഹായം അവന് കൊടുക്കുന്നത്. അവൻ എന്തോ ചെയ്യും? നിങ്ങൾ പറ. ഉടനെ മറുപടി പറയാൻ എൻ്റെ മുന്നിലല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തോ പറയും? സ്നേഹത്തോട് ചോദിക്കട്ടെ. സ്തോത്രം. ഒത്തിരി അവൻ കരയുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവനൊരു സഹായം ലഭിക്കും. അവൻ ദൈവത്തെ സ്തുതിക്കും, അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും.
ആ ദൈവസന്നിധിയിൽ ആ സ്തുതി എത്തുമ്പോൾ, ദൈവസന്നിധിയിൽ ആ നന്ദിയുടെ ശബ്ദം എത്തുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? എടാ, ഈ സ്തുതിക്ക് കാരണമായവൻ ആരാ? അവന് ദൈവം മനസ്സിലാക്കി അനുഗ്രഹത്തിൻ്റെ ഒരു മിസൈൽ അവനും അവൻ്റെ കുടുംബത്തിനും അയച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് കേട്ടോ. ഹല്ലേലൂയ. ഒത്തിരി കാര്യം അനുഭവത്തിൻ്റെ മേഖലയിൽ നിന്ന് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം മഹത്വം ഇടട്ടെ. ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് കണ്ട് മറികടന്നു പോകാതെ, അവനെ കണ്ണുനീരിന് എല്ലാം ഒന്നും ഒപ്പിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഒരു പരിധിവരെയും സഹായമായി തീരാൻ ദൈവാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, മറുപടി തരാതിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നല്ലോ, ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 3 കാര്യം പറഞ്ഞ ദൈവം പ്രാർത്ഥന കേൾക്കാതെ. 1, മോട്ടീവ് ശരിയല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ ദൈവം കേൾക്കത്തില്ല. പിന്നെ പാവപ്പെട്ടവനെ കണ്ണുനീര് മനസ്സ് കണ്ട് പ്രതികരിക്കാൻ മനസ്സില്ലെങ്കിൽ ദൈവം പ്രാർത്ഥന. അടുത്തത് യാക്കോബിന്റെ ലേഖനം 1:6-7. അത് ഇങ്ങനെയാണ്: സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിര പോലെ. ഇങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത്. മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. എന്തുവാ? ഡൗട്ട്, സംശയം. സംശയത്തോട് പ്രാർത്ഥിക്കുക. വലിയ പ്രാർത്ഥിക്കാൻ കിട്ടുമോ? ഞാൻ പ്രാർത്ഥിച്ചു, നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാന്നെ പിന്നെ കിട്ടുമോ? പ്രാർത്ഥിക്കുമ്പോൾ സംശയത്തോടെ പ്രാർത്ഥിക്കൽ. സംശയത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ വേദപുസ്തകം പറയുന്നത് ഡബിൾ മൈൻഡഡ് മാൻ ഈസ് ഓൾവേസ് അൺസ്റ്റേബിൾ. മനുഷ്യനുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ല. നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം സർവശക്തനാണ് കേട്ടോ. അത് ചിന്തിക്കണം പ്രാർത്ഥിക്കുമ്പോൾ. ഒന്നാമത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും തൻ്റെ അടുക്കൽ വരുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും നീ വിശ്വസിക്കണമെന്ന് എബ്രായ ലേഖനം 11:6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ അവിടുന്ന് വേണം തുടങ്ങാൻ പ്രാർത്ഥിക്കാൻ. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പക്ഷെ സംശയത്തോടെ പ്രാർത്ഥിച്ചാലോ? പണ്ട് ഒത്തിരി കാര്യങ്ങൾ ആ മേഖലയിൽ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയാൻ ശ്രമിക്കുന്നില്ല. സംശയത്തോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ള ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായി ദൈവം നമുക്കിടയാക്കണം. ഒരു സംശയവും വിടല്ല. പിന്നെയും പറയട്ടെ, നമ്മുടെ ദൈവം ഉന്നതനല്ലേ? സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, പരമാർത്ഥ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ദൈവം പ്രാർത്ഥന കേൾക്കും. പക്ഷേ സംശയം വന്നു പോയോ തീർന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. അത് ഏറ്റവും വാട്ടവർ എക്സ്റ്റെൻഡ്, ഏത് സാഹചര്യം വരെയും ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ അതിന് നമുക്ക് വിസ്തരിക്കാൻ കഴിയത്തില്ല കേട്ടോ. ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേൾക്കുന്നവരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? സംശയം വന്നിട്ടുണ്ടോ? പ്രാർത്ഥന സംശയം പിടികൂടിയോ? മറ്റു വിഷയങ്ങൾ വന്നു? വിട്ടുകളയാം. പരമാർത്ഥതയോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കാനല്ല, കേൾക്കാനല്ലേ. അപ്പം അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് വിട്ടുകളയണം, പോസിറ്റീവിലേക്ക് വരണം. ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിനെ കുറിച്ച് ഒത്തിരി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൈ മലർത്തുമ്പോൾ ഞാൻ കണ്ണടച്ച് കളയുമെന്ന. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. ചുമ്മാതെ അതുകൊണ്ട് കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യുന്നവരായി തീരരുതെന്ന് പറഞ്ഞു. മേക്ക് ഷുവർ ദാറ്റ് വെൻ വി സേ ഈവൻ എ സിംഗിൾ വേർഡ്, ഒരു വാക്കേ പ്രാർത്ഥിച്ചുള്ളെങ്കിലും അതിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എന്നൊരു ഉറപ്പുണ്ടോ? ഈ ഒരു ബന്ധം വേണം കേട്ടോ, ദാറ്റ് റിലേഷൻ. അപ്പാ ഇന്ന് നീ ഒന്ന് വിളിക്കുമ്പോൾ അപ്പുറത്ത് കേൾക്കാനൊരു അപ്പനുണ്ടെന്നുള്ള ആ ബോധത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്നവന് ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് നാം അറിയുന്നുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിന് തടസ്സമായിട്ടുള്ള റോങ് മോട്ടീവ്സ്, തെറ്റായ താല്പര്യത്തോടുള്ള പ്രാർത്ഥന, ഭോഗ്യങ്ങളിൽ ചിലവിടേണ്ടതിനുള്ള പ്രാർത്ഥന, ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ടുള്ള പാപം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് കാണാതെ അതിനെ മറികളിച്ചു പോകുന്ന പ്രാർത്ഥന, സംശയത്തോടുള്ള പ്രാർത്ഥന, ഇതൊന്നും ദൈവം കേൾക്കത്തില്ല. അപ്പം അതിനെ മറുവശം എന്താ അത് ചിന്തിച്ചോണം. അടുത്ത എപ്പിസോഡ് ദൈവം വെച്ചാൽ ഞാനത് പറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്ന് ശാന്തമായി പരിശോധിക്കുമോ?
ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മണിക്കൂറുകൾ ദൈവം ശ്രദ്ധിക്കുന്നവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലയോ? ശാന്തമായി പരിശോധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചെടുക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ നിന്റെ വചനം ധ്യാനിപ്പാൻ നീ ഞങ്ങൾക്ക് തരുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കൊണ്ട് ദൈവവചനം കേട്ട നിന്റെ മക്കൾക്കായി സ്തോത്രം. എളിവനിൽ കൂടെ അങ്ങ് സംസാരിച്ച വചനം കർത്താവേ അനേകായിരങ്ങൾക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരണേ എന്ന് പ്രാർത്ഥന. ഞങ്ങളുടെ പ്രാർത്ഥന നിന്നോട് ഞങ്ങളെ ആമേൻ വലിയവനായ ദൈവത്തോട് ഞങ്ങളെ അടുപ്പിക്കുന്ന ആമേൻ കൈത്തോടാണല്ലോ പ്രാർത്ഥന. ആ പ്രാർത്ഥന ദൈവമേ അങ്ങ് കേൾക്കുന്നില്ലെങ്കിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ ആരുമായി ഇരുത്തീരാനിടയാകാതെ കർത്താവേ ജീവിതത്തിന് മണ്ഡലങ്ങളിൽ കറക്ഷൻസ് വരുത്താൻ, തിരുത്തലുകൾ വരുത്താൻ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കും. മറിച്ച് ദൈവഭക്തരായിരുന്നു കൊണ്ട് നല്ല ആരാധനക്കാരായി നിന്റെ ഇഷ്ടം ചെയ്ത് നിന്നെ നാം മഹത്വപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.